ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കഴിഞ്ഞ സീസണിൽ വലിയ ഒരു പ്രതിസന്ധിയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് അഭിമുഖീകരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധക കൂട്ടായ്മയായ മഞ്ഞപ്പട വലിയ ഒരു പ്രൊട്ടസ്റ്റ് നടത്തി എന്നുള്ളതാണ്. സീസണിൻ്റെ അവസാനം വരെ അതുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഭാഗമായിക്കൊണ്ട് തന്നെയാണ് ഫാൻ അഡ്വൈസറി ബോർഡൊക്കെ പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സിന് രൂപീകരിക്കേണ്ടി വന്നത്. ഏതായാലും പുതിയ സീസൺ ആരംഭിക്കുകയാണ്. സൂപ്പർ കപ്പിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ രാജസ്ഥാൻ യുണൈറ്റഡ് FC ആണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ. പുതിയ സീസൺ ആരംഭിക്കുമ്പോൾ തങ്ങളുടെ പ്രതിഷേധം തുടരുമോ അതല്ലെങ്കിൽ അത് അവസാനിപ്പിച്ചുവോ? ഈ വിഷയത്തിൽ ഒരു വ്യക്തമായ സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ മഞ്ഞപ്പട ഇറക്കിയിട്ടുണ്ട്. അതായത് പുതിയ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ തങ്ങൾ സപ്പോർട്ട് ചെയ്യും എന്നാണ് മഞ്ഞപ്പട അറിയിച്ചിട്ടുള്ളത്. കാരണം ക്ലബിനകത്ത് കാര്യമായ മാറ്റങ്ങൾ അതല്ലെങ്കിൽ പുരോഗതികൾ ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് മഞ്ഞപ്പട കണ്ടെത്തിയിട്ടുള്ളത്. ഒരു വലിയ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് അവർ ഇറക്കിയിട്ടുള്ളത്. അത് നമുക്ക് വിശദമായി കൊണ്ട് ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതായത് ക്ലബിന്റെ റീബിൽഡിംഗ് പ്രക്രിയ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ ഫുട്ബോളിന്റെ നിലവിലെ അവസ്ഥ നമുക്കെല്ലാവർക്കും അറിയാം. ഈ സാഹചര്യത്തിലും കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രദ്ധേയമായ ചില നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും സൂപ്പർ കപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ടേണിംഗ് പോയിന്റ് ആണ് സൂപ്പർ കപ്പ്. സൂപ്പർ കപ്പിൽ നമ്മൾ മികച്ച പ്രകടനം പുറത്തെടുക്കേണ്ടതുണ്ട്. നല്ല പ്രകടനവും റിസൾട്ടും ക്ലബിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഗോവയിൽ വെളിച്ചം തെളിയുമ്പോൾ നമ്മുടെ താരങ്ങൾക്ക് വേണ്ടി ആർപ്പ് വിളിക്കാനും അവരെ സപ്പോർട്ട് ചെയ്യാനും ഞങ്ങൾ ഉണ്ടായിരിക്കും. ഇതാണ് മഞ്ഞപ്പടയുടെ സ്റ്റേറ്റ്മെന്റിൽ ഉള്ളത്. മാത്രമല്ല മഞ്ഞപ്പടയുടെ ആവശ്യങ്ങളും ക്ലബ്ബ് അക്കാര്യത്തിൽ എടുത്ത നടപടികളും ഇവർ വിശദീകരിച്ചിട്ടുണ്ട്. അത് ഓരോ പോയിന്റുകളായിക്കൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഒന്നാമത്തേത്, പരിക്കുകൾ തടയാൻ വേണ്ടി മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ശക്തിപ്പെടുത്താൻ മഞ്ഞപ്പട ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ റിസൾട്ട് എന്തെന്ന് വെച്ചാൽ പുതിയ മെഡിക്കൽ സ്റ്റാഫിനെയും കണ്ടീഷനിങ് സ്റ്റാഫിനെയും ക്ലബ്ബ് നിയമിച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തേത്, ടീമിനകത്ത് വിന്നിംഗ് മെന്റാലിറ്റിയും ക്ലിയർ പ്ലാനും നടപ്പിലാക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. ചില സൂചനകൾ ക്ലബിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ സൂപ്പർ കപ്പിന് ശേഷം മാത്രമേ വ്യക്തമായ റിസൾട്ട് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഇനി മൂന്നാമത്തെ പോയിന്റ്, താരങ്ങളുടെ ഫിറ്റ്നസും പരിക്കുകൾ തടയുന്നതും ഞങ്ങൾ ആവശ്യപ്പെട്ട ഒരു കാര്യമായിരുന്നു. നല്ല ഒരു റീഹാബ് സെന്ററും സ്വന്തമായി ട്രെയിനിങ് ഗ്രൗണ്ടും ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നിർമ്മിച്ചിട്ടുണ്ട്. ഇതാണ് ഈ വിഷയത്തിലെ റിസൾട്ട്. ഇനി നാലാമത്തേത്, എല്ലാ കോമ്പറ്റീഷനുകളെയും വളരെ ഗൗരവത്തോടു കൂടി പരിഗണിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിനെ വളരെ ഗൗരവത്തോടു കൂടിയാണ് പരിഗണിക്കുന്നത്. കാരണം ഫുൾ സ്ക്വാഡുമായാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പ്രീ സീസൺ നടത്തിയിട്ടുള്ളത്. ഇനി അഞ്ചാമത്തെ പോയിന്റ്, നല്ല റിസൾട്ടുകളും ലോങ് ടേം ഗ്രോത്തും ആവശ്യപ്പെട്ടിരുന്നു. നിലവിൽ കാര്യമായ പുരോഗതികൾ ഉണ്ട്. പക്ഷേ കൺസിസ്റ്റൻസിയാണ് ഇനി നോക്കിക്കാണേണ്ട ഒരു കാര്യം. ആറാമത്തേത്, പ്രധാനപ്പെട്ട പൊസിഷനുകളിൽ ക്വാളിറ്റി താരങ്ങളെ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടിരുന്നു. ചില ഏരിയകൾ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ചില ഏരിയകൾ ഇനിയും അവശേഷിക്കുകയാണ്. ഇനി ഏഴാമത്തേത്, സ്ക്വാഡ് ഡെപ്ത് വേണമെന്നും ഗെയിം ചേഞ്ചേഴ്സ് ആയിട്ടുള്ള താരങ്ങൾ വേണമെന്നും ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോഴും അതിൽ മാറ്റം വരാനുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യൻ സ്ക്വാഡിന്റെ ഡെപ്ത് കുറവാണ്. ഇനി എട്ടാമത്തെ പോയിന്റ്, ഇന്ത്യൻ താരങ്ങളുടെ കാര്യത്തിലുള്ള സ്കൗട്ടിംഗ് മെച്ചപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഭാഗികമായി അക്കാര്യത്തിൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. ഒരു സ്കൗട്ടിംഗ് ഹെഡിനെ നമ്മളിപ്പോൾ നിയമിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അതിലെ റിസൾട്ട്. അതിൻ്റെ താഴെയായിക്കൊണ്ട് മഞ്ഞപ്പട കുറിച്ച വാക്കുകൾ ഇങ്ങനെയാണ്: മാറ്റങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്, പക്ഷേ ഇപ്പോഴും പൂർണ്ണമായിട്ടില്ല. എന്നിരുന്നാലും സൂപ്പർ കപ്പിൽ താരങ്ങളെ പിന്തുണക്കാൻ ഞങ്ങൾ ഉണ്ടാകും. ഇതാണ് മഞ്ഞപ്പടയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വരുന്നത്. വളരെ വ്യക്തമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് മഞ്ഞപ്പട ഇറക്കിയത് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. അതായത് പ്രതിഷേധം കുറേയൊക്കെ ഫലം കണ്ടിട്ടുണ്ട്. ക്ലബിനകത്ത് കാര്യമായ മാറ്റങ്ങൾ ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട്, പുരോഗതി ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്രകടനം കൂടി ഒന്ന് വിലയിരുത്തേണ്ടതുണ്ട്. ഏതായാലും ക്ലബിനെ പിന്തുണക്കാൻ മഞ്ഞപ്പട ഉണ്ടാകും എന്ന ഒരു ഉറപ്പാണ് ഈ സ്റ്റേറ്റ്മെന്റിലൂടെ അവർ നൽകിയിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.